സ്വന്തം ഭാര്യയ്ക്ക് മറ്റുള്ളവരുടെ ഭാര്യമാരുടെ അത്രയും സൗന്ദര്യവും കഴിവും ഒക്കെ കുറവാണെന്ന് തോന്നുന്ന കുറച്ചെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർ ശ്രദ്ധയ്ക്കാണ്. അതായത് നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നി നിങ്ങളുടെ സൗന്ദര്യത്തിനും ചുറ്റുപാടിനും സാഹചര്യത്തിനും അനുസരിച്ച് നിങ്ങളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ആ പെണ്ണിന് സൗന്ദര്യം ഇപ്പോൾ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷം നിങ്ങളുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളിലും മുരടിച്ചു പോയതാണ് അവളുടെ സൗന്ദര്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഉപഭോക്താവെ ഉണരൂ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഉണർന്ന് പ്രവർത്തിച്ചിട്ട് അവൾക്ക് കുറച്ച് സൗന്ദര്യവും കഴിവും ബുദ്ധിയും ഒക്കെ ഉണ്ടാകാനായിട്ട് നിങ്ങൾ കുറച്ച് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അതായത് വെള്ളം വളവും നിർദ്ദേശിച്ചത് പ്രോത്സാഹിപ്പിക്കുക, നല്ല വാക്കുകൾ പറയുക, അവളെ ഒന്ന് കെയർ ചെയ്യുക. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട്, അവൾ കണ്ണെഴുതരുത്, പൊട്ടുതൊടരുത്, ലിപ്സ്റ്റിക് ഇടരുത്, മുടി കട്ട് ചെയ്യരുത്, കളർ ചെയ്യരുത്, സ്ട്രെയിറ്റ് ചെയ്യരുത് എന്നൊക്കെ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പോകുന്ന വഴിയെ കൂടെ പോകുന്ന പെണ്ണുങ്ങൾ സുന്ദരികളാണെന്ന് പറയുകയും ചെയ്യും. നിന്നെയൊക്കെ കണ്ടോ, എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഇതൊക്കെ അവളെയും കൂടെ ഒന്ന് അനുവദിക്കും. ഇങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കുന്ന ഭർത്താക്കന്മാർ അന്യം നിന്നുകൊണ്ടിരിക്കുക, അവർ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവസാനത്തെ കണ്ണികളായി കടിച്ചു തൂങ്ങി കിടക്കാതെ മാറൂ ഭർത്താക്കന്മാരെ, മാറൂ. അത്രേ പറയാനായിട്ടുള്ളൂ.